പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ റമദാൻ ഷരീഫിൽ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ്. ഒരൊറ്റ പോയിന്റേ സൂചിപ്പിക്കുന്നുള്ളൂ, സുദീർഘമായി സംസാരിക്കുന്നില്ല. നമ്മുടെ നോമ്പ് യഥാർത്ഥ നോമ്പാകണമെങ്കിൽ, നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ ഒരൊറ്റ പോയിന്റ് പ്രിയപ്പെട്ടവരെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. ഖുദ്സിയായ ഹദീസ് നബിതങ്ങൾ പറയാണ്. എന്താ ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ? അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നബിതങ്ങൾ പറയുന്ന ഹദീസിനാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയാം. ആ ഹദീസിലൂടെ അല്ലാഹ് പറയാണ്, ഇന്ന റബ്ബക്കും യഖൂൽ, തീർച്ചയായും നിങ്ങളുടെ റബ്ബ് പറയാണ്, കുല്ലു ഹസനത്തിൻ, നമ്മൾ ചെയ്യുന്ന ഏത് നന്മകളൊക്കെ ബിഅശരി അംസാലിഹ, അതിനൊക്കെ 10 ഇരട്ടി പ്രതിഫലമാണ്. ഒരു നന്മ ഒരാൾ ചെയ്താൽ, ഇത് റമദാനിലല്ല, അല്ലാത്ത മാസത്തിലല്ല, റമദാനിൽ അല്ലാതെ തന്നെ ഒരു നന്മ ഒരു വ്യക്തി, ഒരു മുസ്ലിം ചെയ്യുകയാണെങ്കിൽ അതിന് 10 കൂലിയാണ് അല്ലാഹു തആല കൊടുക്കുക, ഏറ്റവും ചുരുങ്ങിയത്. അതങ്ങനെ പോകും. അത് ചെയ്യുന്ന വ്യക്തിയുടെ ആത്മാർത്ഥത അനുസരിച്ച് അത് 70, 700 അതിൽ നിൽക്കൂല. അത് പരിശുദ്ധമായ ഖുർആൻ ആയത്തിൽ പറയുന്നുണ്ട്, അത് 700-ൽ നിൽക്കൂല. അതങ്ങ് ചെയ്യുന്ന വ്യക്തിയുടെ ആത്മാർത്ഥത അനുസരിച്ച് കയ്യും കണക്കുമില്ലാത്ത അത്രയും വലിയ പ്രതിഫലം അല്ലാഹു തആല ആ ഒരൊറ്റ നന്മക്ക് കൊടുക്കും. നാം ചെയ്യുന്ന ഏത് നന്മയും, എത്ര ചെറിയ കാര്യമാവട്ടെ, ചെറിയ സുന്നത്താകട്ടെ, വലിയ സുന്നത്താകട്ടെ, അല്ലാഹു തആല ചുരുങ്ങിയത് 10 കൂലിയാണ്. പിന്നെ അത് ചെയ്യുന്ന വ്യക്തിയുടെ ഇഖ്ലാസ് അനുസരിച്ച്, നിയ്യത്ത് അനുസരിച്ച്, ഹുദൂറുൽ ഖൽബ് അനുസരിച്ച്, ആത്മാർത്ഥത അനുസരിച്ച് അതിന് ഇരട്ടി 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 പ്രതിഫലം അല്ലാഹു തആല കൊടുക്കും. ഇല്ല സൗമ, എന്നിട്ട് അല്ലാഹ് പറയാണ്, നോമ്പൊഴിച്ച്, ഇല്ല സൗമ, നോമ്പൊഴിച്ച്, വസൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്. മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, അടിമയുടെ എല്ലാ ഇബാദത്തും അവനുള്ളതാണ്, ഇല്ല സൗം, നോമ്പൊഴിച്ച്, ഫഇന്നഹു ലീ, അത് എനിക്കുള്ളതാണ്, വാനാ ജിസി ബിഹി, അതിന് ഞാൻ പ്രതിഫലം കൊടുക്കും. നോമ്പ് എനിക്കുള്ളതാണ്, അടിമയുടെ എല്ലാ ഇബാദത്തും അവനുള്ളതാണ്. അത് വേറെ റിപ്പോർട്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞ റിപ്പോർട്ട് അനുസരിച്ച് ഓരോ നന്മക്കും 10 ഇരട്ടി, 10 മുതൽ 700 അനുസരിച്ച് അങ്ങനെ ഇരട്ടി ഇരട്ടി പ്രതിഫലം കൊടുക്കും. ഇല്ല സൗമ, നോമ്പൊഴിച്ച്, വസൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്, വഅനാ ജിസി ബിഹി, അതിനുള്ള പ്രതിഫലം ഞാൻ കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ഇതൊരു 1.5 വർത്താനമാണ്. ഇത് തുല്യതയില്ലാത്ത അതേ മറ്റൊരു ഇബാദത്തിനെ കുറിച്ചും ഈ രൂപത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. നോമ്പിനെ കുറിച്ച് മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആ നോമ്പ് എനിക്കുള്ളതാണെന്ന് പറയുമ്പോ സ്വീകരിക്കപ്പെടുന്ന നോമ്പിനെ കുറിച്ചാണത് പറഞ്ഞത്. നമ്മുടെ നോമ്പ് ആ നോമ്പിൽ പെടുമോ ഇല്ലയോ എന്നും കൂടി ചിന്തിക്കേണ്ടതുണ്ട്. അതാണ് എന്റെ പോയിന്റ്. അതാണ് ഇന്നത്തെ ഖുത്ബയിൽ പറഞ്ഞത്. റുബ്ബ സോഇമിൻ, എത്രയെത്ര നോമ്പുകാരാണ്, വലൈസ ലഹു മിൻ സുയാമി ഇല്ലൽ ജൂ, വിശപ്പല്ലാതെ അവരുടെ നോമ്പ് കൊണ്ടൊന്നുമില്ല. മറ്റൊരു റിപ്പോർട്ടിൽ ഇല്ലൽ ദമഅ, ദാഹമല്ലാതെ അവർക്കൊന്നുമില്ല. 2 റിപ്പോർട്ടുണ്ട്. വിശപ്പല്ലാതെ അവരുടെ നോമ്പ് കൊണ്ടൊന്നുമില്ല, ദാഹമല്ലാതെ അവരുടെ നോമ്പ് കൊണ്ട് അവർക്കൊന്നും നേടാനില്ല, വെറുതെ പട്ടിണി കിടക്കുകയാണ്. ഇപ്പൊ നമ്മൾ വെറുതെ പട്ടിണി കിടക്കുകയാണോ? അല്ലേ? നോമ്പ് സ്വീകരിക്കപ്പെടണമെങ്കിൽ, നോമ്പ് സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നോമ്പിന്റെ കൂലി കിട്ടും. നോമ്പിന്റെ കൂലി കിട്ടണമെങ്കിൽ കേവലം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചാൽ മാത്രം നോമ്പാവില്ല, യഥാർത്ഥ നോമ്പാവില്ല. നോമ്പിന്റെ പ്രതിഫലം കിട്ടൂല, സ്വീകരിക്കപ്പെടുന്ന നോമ്പാവില്ല. അതുകൊണ്ടാണ് മഹാന്മാര് പഠിപ്പിച്ചത്, ഇദാ സുംത, ഓ സഹോദര, നീ നോമ്പ് നോൽക്കുകയാണെങ്കിൽ ഫൽയസും സംഉക വബസറുക വലിസാനുക, നിന്റെ കണ്ണും കാതും നാവും നോമ്പ് നോൽക്കട്ടെ. നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങൾക്കും നോമ്പുണ്ട്, വ്രതമുണ്ട്. നോമ്പ് നോറ്റ് കണ്ടുകൊണ്ട് ഹറാമ് കണ്ടാൽ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. നോമ്പ് നോറ്റ് ചെവി കൊണ്ട് ഹറാമ് കേട്ടാൽ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. നോമ്പ് നോറ്റ് നാവ് കൊണ്ട് ഹറാമ് സംസാരിച്ചാൽ, കളവ് പറഞ്ഞാൽ, മറ്റുള്ളവർ ഇകഴ്ത്തിയാൽ, പരിഹസിച്ചാൽ, ഗീബത്ത് പറഞ്ഞാൽ, നമീമത്ത് പറഞ്ഞാൽ, അശ്ലീലതകളും ആഭാസങ്ങളും സംസാരിച്ചാൽ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. ചെവി കൊണ്ട് മ്യൂസിക്കുള്ള ഗാനങ്ങൾ കേട്ടാൽ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. കണ്ണുകൊണ്ട് അന്യ പെണ്ണിനെ നോക്കിയാൽ, വികാരത്തോടുകൂടെയാണെങ്കിൽ പിന്നെ പറയേണ്ടതില്ല. സോഷ്യൽ മീഡിയയിലടക്കം നമ്മുടെ കണ്ണുകൊണ്ട്, വാട്സപ്പ് ആണെങ്കിലും ഏത് സോഷ്യൽ മീഡിയ ആണെങ്കിലും ഹറാമ് കാണേണ്ടി വന്നാൽ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് വെറുതെ പട്ടിണി കിടക്കണോ? അല്ല, നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന പ്രതിഫലം കിട്ടണോ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ ബഹുമാനപ്പെട്ട സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു? സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയാണ്, എന്താണ് പറയുന്നതെന്ന് അറിയുമോ? ഖിയാമത്ത് നാളിൽ അടിമയെ കൊണ്ടുവരികയാണ്.
ഖിയാമത്ത് നാളിൽ അടിമയെ കൊണ്ടുവരികയാണ്. അതാ അവരൊരുപാട് മിസ്റ്റേക്കുകളുണ്ട്, ഒരുപാട് ദോഷങ്ങളുണ്ട്, പാപങ്ങളുണ്ട്. ആ പാപങ്ങൾ മാത്രമല്ല, മറ്റുള്ളവരെ ചീത്ത പറഞ്ഞു നടക്കം പലതുണ്ട്. അങ്ങനെ അതാ അവൻ ചെയ്തു പോയ പാപങ്ങൾക്കനുസരിച്ച് അവന്റെ നന്മകൾ ഇങ്ങനെ തൂക്കി നോക്കുകയാണ്, തുലനം ചെയ്തു നോക്കുകയാണ്. അതുപോലെ ഇവന്റെ വിഷയത്തിൽ പലരും പല വിധത്തിൽ ആക്ഷേപങ്ങളുമായി കടന്നു വന്നിട്ടുണ്ട്. ഏറ്റവും വലിയ കോടതിയായ സുപ്രീം കോടതി, പടച്ച റബ്ബിന്റെ സുപ്രീം കോടതി. അങ്ങനെ എല്ലാവന്റെ നന്മകളും തീർന്നു പോകുന്നു. നോമ്പ് മാറ്റിവെച്ചിട്ടുണ്ട്, നോമ്പല്ലാത്തവന്റെ എല്ലാ അമാലുകളും തീർന്നു പോവുകയാണ്. അവൻ ഭൗതിക ലോകത്ത് നിർവഹിച്ച എല്ലാ ഇബാദത്തുകളും തീർന്നു പോകുന്നു. സ്വർഗത്തിലേക്ക് കടക്കാൻ പര്യാപ്തമായ ആരാധനകളൊന്നുമില്ല. ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ അയാൾക്കുണ്ട്, പരിഹരിക്കപ്പെടാനുണ്ട്, ന്യൂനതകളുണ്ട്, കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്. ആ സമയത്താണ് പടച്ച റബ്ബ് പറഞ്ഞില്ലേ, വസൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്, അതിന്റെ പ്രതിഫലം ഞാൻ നൽകുമെന്നല്ലേ പറഞ്ഞത്. അതെ, ഇത് ഏത് നോമ്പാണ് മാറ്റിവെച്ചത്? നമ്മുടെ നോമ്പാ. മാറ്റിവെക്കപ്പെടുന്ന നോമ്പിൽ പെടുമോ പ്രിയപ്പെട്ട സുഹൃത്തേ? യഥാർത്ഥ നോമ്പുകാരന്റെ നോമ്പാണെങ്കിൽ ഇനി ആ അടിമക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, കുറ്റങ്ങളുണ്ടോ, കുറവുകളുണ്ടോ, പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളുണ്ടോ, എല്ലാം പടച്ച റബ്ബ് ഏറ്റെടുക്കുകയാണ്. കാരണം അല്ലാഹ്ക്ക് വേണ്ടി നോമ്പ് നോറ്റ കാരണം കൊണ്ട് അവന്റെ മുഴുവൻ പ്രശ്നങ്ങളും പടച്ച റബ്ബ് ഏറ്റെടുത്തു. പ്രശ്നങ്ങൾക്കൊക്കെ അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ഔദാര്യമായി പരിഹാരങ്ങൾ നൽകി ഈ അടിമയെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട സുഫിയാൻ ഇബ്നു ഉവൈന റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. സമാനമായ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാ ഇബ്നു മസ്ഊദ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, നാളെ മഹ്ശറ വൻസഭയിൽ അടിമയെ കൊണ്ടുവരികയാണ്. ജനകോടികൾ ഒരുമിച്ച് കൂടുന്ന മഹ്ശറയിൽ പരസ്യമായി കിതാബ് നൽകിയിട്ട് പറയും, പതുക്കെ വായിച്ചാൽ മതി, പതുക്കെ വായിച്ചാൽ മതി, എല്ലാരോടും ഉറക്കെ വായിച്ചോ. പരസ്യമായി കിതാബ് കൊടുത്തിട്ട്, പരസ്യമായി കിതാബ് നൽകിയിട്ട് പതുക്കെ വായിച്ചോ, രഹസ്യമായി വാദിച്ചോ എന്ന് പറയുമ്പോൾ മലക്കുകൾ പ്രശ്നം ഉണ്ടാക്കും. ഇതെന്താ ഇയാൾക്ക് മാത്രം ഒരു ആനുകൂല്യം? എല്ലാവരുടെയും ന്യൂനതകൾ എല്ലാവരും അറിയുന്ന ജനകോടികൾക്കിടയിൽ എല്ലാ രഹസ്യങ്ങളും പരസ്യമാക്കപ്പെടുന്ന ഈ കോടതിയിൽ ഇയാൾക്ക് എന്താണ് പ്രത്യേകമായ പരിഗണന? അല്ലാഹ് പറയുന്നു, അവൻ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി നോമ്പ് നോറ്റവനാണ്. നോമ്പ് എനിക്കുള്ളതാണ്, അതിന്റെ പ്രതിഫലം ഞാൻ നൽകുമെന്ന് പറഞ്ഞ് ആ വ്യക്തിയെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് നമ്മുടെ നോമ്പ് യഥാർത്ഥ നോമ്പാകണോ? നോമ്പ് നോറ്റ ഹറാമ് പറയരുത്, തെറ്റിനെ കുറിച്ച് ചിന്തിക്കരുത്, ഹറാമിലേക്ക് നോക്കരുത്, ഹറാമ് സംസാരിക്കരുത്, ഹറാമ് കേൾക്കരുത്. അപ്പോഴല്ലേ ഇത് പരിശീലനത്തിന്റെ മാസാകുള്ളൂ. കേവലം ഇങ്ങനെ നോമ്പ് ഭക്ഷണം മാത്രം ഉപേക്ഷിച്ചിട്ട് അങ്ങനെ ഇത് പരിശീലനാകാം. നോമ്പ് നോറ്റ് നല്ലോ ശ്രദ്ധിക്കണം. അങ്ങാടിക്ക് ഇറങ്ങിയ ഹറാമേ കാണാനുള്ളൂ, മൊബൈൽ തുറന്നാൽ ഹറാമേ കാണാനും കേൾക്കാനുള്ളൂ. നല്ലവണ്ണം ക്ഷമ വേണം, ക്ഷമ വേണം. ഹറാമ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ കിടന്ന് മറിയുമ്പോ ഇല്ലല്ല ഞാൻ നോമ്പുകാരനാണ്, ഇല്ല ഞാൻ അതിലേക്കില്ല. കണ്ണും കാതും നാവും ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും വിചാരങ്ങളെല്ലാം നിയന്ത്രിക്കുകയാണ്. കേവലം അന്നപാനീയങ്ങൾ മാത്രമല്ല നിയന്ത്രിക്കുന്നത്, എല്ലാം നിയന്ത്രിക്കുകയാണ്. സ്വാഭാവികമായും എന്റെ മനസ്സ് നന്നാവുകയാണ്. നോമ്പിലൂടെ മനസ്സ് നന്നാവുകയാണ്. മനസ്സും അവന്റെ ഹൃദയവും അവന്റെ അവയവങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്, പരസ്പരം കണക്റ്റഡ് ആണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനസ്സിന്റെ ശുദ്ധീകരണം ആവശ്യമുണ്ടോ? നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കണം. മനസ്സ് നന്നാകണോ? മനസ്സിലാണ് തഖ്വ. തഖ്വ ഹാഹുന, തഖ്വ ഇവിടെയാണെന്ന് മുത്തനബി പഠിപ്പിച്ചിട്ടുണ്ട്. തഖ്വ നന്നാകണോ? നമ്മുടെ തഖ്വ വേണോ? മനസ്സ് ശുദ്ധിയാകണം. മനസ്സ് ശുദ്ധിയാവണോ? ശരീരത്തെ നിയന്ത്രിക്കണം. പരസ്പരം ബന്ധിതമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കേവലം നോമ്പുകാരനായതുകൊണ്ടായില്ല, സ്വീകരിക്കപ്പെടുന്ന നോമ്പ് നമുക്കുണ്ടായാൽ ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. യഥാർത്ഥ സ്വാഇമിയുടെ ലിസ്റ്റിൽ നമുക്ക് ഉൾപ്പെടാൻ പറ്റും. എന്നാൽ റയ്യാൻ എന്ന് പറയുന്ന കവാടത്തിലൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും. അങ്ങനെയുള്ള യഥാർത്ഥ നോമ്പുകാരുടെ നോമ്പ് അനുഷ്ഠിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഈ ഒരു മാസം അങ്ങ് തീരുന്നതോടുകൂടെ ഹറാമിൽ നിന്നൊക്കെ മാറുന്നു. കണ്ണും കാതും നാവൊക്കെ ഹറാമിൽ നിന്ന് മുക്തമായി കൃത്യമായി മുന്നോട്ട് പോവാണ്. കൂടെ ഖുർആൻ പാരായണമുണ്ട്, നിസ്കാരങ്ങളുണ്ട്, തറാവീഹുണ്ട്,
ഇഅ്തികാഫുണ്ട്, നന്മകളുണ്ട്, സുഹൃതങ്ങളുണ്ട്. റമദാൻ ഒരൊറ്റ സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ 1000 സുബ്ഹാനല്ലാഹയേക്കാൾ വലിയ കൂലിയാണ്. ഒരു റക്അത്ത് നിസ്കരിച്ചാൽ റമദാനിൽ 1000-ലേറെ റക്അത്ത് നിസ്കരിച്ച പ്രതിഫലമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. എത്ര മഹത്വം കൊണ്ട് പറയാനുണ്ട് റമദാനെ കുറിച്ച്. അതുകൊണ്ട് നന്മകൾ ചെയ്യുക, തിന്മകൾ വെടിയുക, ശരീരത്തെ നിയന്ത്രിക്കുക, സുഹൃതങ്ങൾ ചെയ്യുക. നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിലേക്ക് അടുക്കുക. ഈ ഒരു മാസം കൊണ്ട് നമുക്ക് നന്നാകാൻ കഴിയും, യഥാർത്ഥ നോമ്പുകാർ ഉൾപ്പെടാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ നോമ്പുകാരിൽ നമ്മളെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദുആവും നമ്മുടെ എല്ലാം അല്ലാഹു തആല ഖബൂലാക്കട്ടെ.